ജാഗ്രതത്തെ ആശ്രയിച്ചിട്ട് ഇങ്ങനെ ഒരു മഹാജാഗ്രതത്തിൽ ഒരാൾക്ക് പോകാൻ കഴിയുമോ? സാധിക്കും. സ്വപ്നത്തെ ആശ്രയിച്ചിട്ട് തന്നെ സ്വപ്നം നശിച്ചത് അല്ലേ? സ്വപ്നത്തിലെ പുലിയെ കണ്ട് ചാടി എണീറ്റ് മറിഞ്ഞു വീണ് സ്വപ്നം പോയില്ലേ? പുലി ഉണ്ടോ ഇല്ലയോ അത് ചിന്തിച്ചിട്ട് കാര്യമില്ല. അതുകൊണ്ട് തന്നെ സംഭവിക്കും. അതുപോലെ ജാഗ്രതത്തിലെ ഉപായങ്ങൾ മതി. ജാഗ്രതത്തിൽ ഇതിന് ഉപായം ഉണ്ടാവും. എന്തുകൊണ്ട്? ഈ ഉപായങ്ങളൊന്നും പരമാർത്ഥമല്ല. ഏതെങ്കിലും ഉപായം പരമാർത്ഥമാണ്, ഗുരു പരമാർത്ഥമാണ്, ശാസ്ത്രം പരമാർത്ഥമാണ്. ഒന്നും ഈ ജാഗ്രതത്തിൽ സ്വീകരിക്കുന്ന രീതിയിൽ പരമാർത്ഥമല്ല. മറിച്ച് ആത്മവിതരേകേണ നാസ്തി എന്നുള്ള ബോധത്തിൽ അത് പരമാർത്ഥമാണ്. വാസ്തവത്തിൽ സ്വപ്നത്തിൽ എന്താ ഉള്ളത്? അവിടുത്തെ ജ്ഞാനവും അവിടുത്തെ വിഷയങ്ങളും എല്ലാം എന്താണ്? ആ കേവലമായ സ്വപ്ന സാക്ഷി മാത്രമാണ്. അവിടെയൊന്നും ബോധ്യപ്പെടുന്നില്ലെങ്കിലും ജാഗ്രത വരുമ്പോൾ മനസ്സിലാകുന്നു അവിടെ ഞാൻ മാത്രമേ ഉണ്ടായിരുന്നു. മറ്റെന്താ ഉണ്ടായിരുന്നു? ആനയോ കുതിരയോ കാഴ്ചയോ എന്തെങ്കിലും അവിടെ ഉണ്ടായിരുന്നു. അല്ല, താൻ മാത്രം. അപ്പം താൻ മാത്രമാണ് ഇതെല്ലാമായിട്ട് അവിടെ നിന്നത്. ഇവിടെ ഈ ജാഗ്രതത്തിലും താൻ മാത്രമാണ് എല്ലാമായിട്ട് നിൽക്കുന്നത്. ആ രീതിയിൽ പരമാർത്ഥം തന്നെ. മറിച്ചാണെങ്കിലോ അവിടെ വേറെ ആനയെ കാണുന്നു, കുതിരയെ കാണുന്നു, സുഖത്തെ അനുഭവിക്കുന്നു, ദുഃഖത്തെ അനുഭവിക്കുന്നു. അപ്പം ഈ ഉപായങ്ങൾ ഒന്നിനെ ആശ്രയിച്ചുകൊണ്ട് എന്ത് ചെയ്തു? സ്വപ്നത്തിൽ നിന്ന് രക്ഷപ്പെട്ടു. ചിലതിനെ ആശ്രയിച്ചു കഴിഞ്ഞാൽ രക്ഷപ്പെടുന്നില്ല. അതുപോലെ ഈ ജാഗ്രതയിൽ ഉള്ള അതിൽ ചില ഉപായങ്ങളെ ആശ്രയിക്കുന്നു. ഗുരു, ശാസ്ത്രം തുടങ്ങിയ ഉപായങ്ങളെ ആശ്രയിക്കുന്നു. ആശ്രയിച്ചിട്ട് ഈ ജാഗ്രതയിൽ നിന്ന് രക്ഷപ്പെടുന്നു. അത് തത്വബോധം. ആ ബോധത്തെക്കുറിച്ചാണ് പറയും. തത്വബോധത്തിന്റെ ഏറ്റവും മർമ്മപ്രധാനമായ കാര്യമാണ്. ഇത് മനസ്സിലാക്കിയാൽ പിന്നെ ഇതിനപ്പുറമൊന്നും, തത്വബോധത്തിനപ്പുറമൊന്നുമില്ലല്ലോ. തത്വബോധമാണ് നമ്മൾ ഗ്രഹിക്കുന്നത്, തത്വബോധമാണ് നമ്മുടെ ഉള്ളിൽ പ്രകാശിക്കുന്നത്. അതിനവിടെ ഒരു തരത്തിലുള്ള ചോദ്യത്തിനും പ്രസക്തിയില്ല. ആ ഒരു തലത്തിലാണ് ഇവിടെ പറയുന്നത്. അതോ വിരോധ ബ്രഹ്മവിദ ക്രിയാണ തസാധനാനന്ദ അത്യന്തമേവ നിവൃത്തി. തന്നിൽ ആത്യന്തികമായ നിവൃത്തി സംഭവിക്കുന്നു. അവിടെ ആണ് പറയുന്നത് നിധിധ്യാസനം എന്ന് പറയുന്നതാണ്. അവിടെയാണ് സംശയം തുടങ്ങിയ കാര്യങ്ങൾ പൂർണ്ണമായും ഇല്ലാതാകുന്നത്, അജ്ഞാനം മുതലാകുക ഇല്ലാതാകുന്നത്. അവിടെ കേന കിമിതി ക്ഷേപാർത്ഥം വചനം അതിനെ നിഷേധിക്കാൻ വേണ്ടി തന്നെ ഏതെങ്കിലും തരത്തിൽ അംഗീകരിക്കുകയല്ല. നല്ല യുക്തിയില്ല. എന്നാലും ജ്ഞാനിയുടെ വ്യവഹാരം, ജ്ഞാനിയുടെ പ്രാരബ്ധം, അതുകൊണ്ട് ഇതൊക്കെ സംഭവിക്കുന്നില്ലേ? നമ്മളങ്ങനെ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ തന്നെ ആ കാര്യം ചർച്ച ചെയ്തിട്ടുണ്ട്. ശാസ്ത്രത്തിൽ തന്നെ കാര്യം ചർച്ച ചെയ്യുന്നുണ്ട്. യുക്തിയുടെയും ബുദ്ധിയുടെയൊക്കെ തലത്തിൽ അങ്ങനെ ഒരു സമാധാനമേ ഉള്ളൂ. അതിനെ ആശ്രയിക്കുന്നു. അങ്ങനെ മനസ്സിലാക്കുമ്പോഴാണ് പിന്നെ കൂടുതൽ മുന്നോട്ട് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഒറ്റയടിക്ക് ഇത് പറഞ്ഞാൽ മനസ്സിലാകും. പക്ഷേ ഇവിടെ എന്താണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമല്ലേ ഇവിടെ പറയുന്നത്? എത്ര വാസ്യ സർവം ആത്മീയവാഭൂത്. ഇത് സുഷുപ്തിയെക്കുറിച്ചോ സ്വപ്നത്തെക്കുറിച്ചോ ജാഗ്രതത്തെക്കുറിച്ചാണോ പറയുന്നത്? അതിനപ്പുറമുള്ള ബോധത്തെക്കുറിച്ചാണ് പറയുന്നത്. ഈ ബോധത്തിൽ സർവം ആത്മീയവാഭൂത് പറഞ്ഞു. ആത്മവിതിരേകേണ നാസ്തി കിഞ്ചിത്. അവിടെ തത്കേന കം ജിഘ്രേത്. അതാണ് കിം കേന കിം, എന്തുകൊണ്ട്, എന്തിനെ, ഏത് കർണം കൊണ്ട്, ഈ ജാഗ്രതത്തിലെ കർണം കൊണ്ട് ജാഗ്രതത്തിലെ വിഷയങ്ങളെ. അതുപോലെ ക്ഷേപാർത്ഥം നിഷേധിക്കുന്നതിന് വേണ്ടി പറഞ്ഞിരിക്കുകയാണ്.
പൂർണ്ണമായും നിഷേധിക്കുകയാണ്. അവിടെ യാതൊരു ദ്വൈത ബുദ്ധിയുമില്ല, യാതൊരു ദ്വൈത വ്യവഹാരവുമില്ല. അതിന്റെ ഫലങ്ങളുമില്ല. ക്ഷേപാർത്ഥമോചനം പ്രകാരാന്തര അനുപത്തി പ്രദർശനമാണ്. മറ്റൊരു തരത്തിൽ ഇതിനെ വ്യാഖ്യാനിക്കാൻ കഴിയുന്നു. പ്രകാരാന്തരങ്ങളൊന്നും മറ്റൊരു വിശേഷതകളും ഇവിടെ ഇല്ല. ഈ അദ്വൈത ബോധത്തിന് മറ്റൊന്നുമായിട്ടും കോംപ്രമൈസ് ചെയ്യേണ്ട കാര്യമില്ലെന്നർത്ഥം. അതിന്റെ ആവശ്യം വരുന്നില്ല. പ്രകാരാന്തരങ്ങളൊന്നും ഇതിനില്ല. അതായത് ഇവിടെ പ്രാരബ്ധമെന്ന് പറയുകയോ അല്ലെങ്കിൽ മറ്റെങ്കിലും ഒരു ദൃഷ്ടാന്തത്തെ എടുത്തിട്ട് ഇത് രജ്ജു സർപ്പം പോലെയാണെന്നോ അല്ലെങ്കിൽ മരുമരീചിക പോലെയാണെന്നോ അല്ലെങ്കിൽ സ്വപ്നം പോലെയാണെന്നോ നമ്മൾ സാധാരണ പറയുമല്ലോ. പോലെ 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 എന്ന് പറയുന്നതെല്ലാം യുക്തിക്ക് വേണ്ടി പറയുന്നതാണ്. എങ്ങനെയിരിക്കും നമ്മൾ തത്വജ്ഞാനി മനസ്സിലാക്കാൻ ശ്രമിക്കുമ്പോഴാണ്. തത്വജ്ഞാനായി മനസ്സിലാക്കാൻ ശ്രമിക്കാൻ യുക്തി വേണം. ഒരു അത് ഏതുപോലെ ആയിരിക്കും പറയും. അത് മരുമരീചിക പോലെ ആയിരിക്കും. പറയാം അത് സ്വപ്നം പോലെ ആയിരിക്കും. ഓരോ പ്രകാരങ്ങളിൽ അതിനെ ഗ്രഹിക്കാൻ ശ്രമിക്കുന്നു. അതൊക്കെ ഒരു വെളിച്ചം കൊടുക്കുന്നുണ്ട്. അതൊക്കെ എന്താണ് പല സ്വപ്നങ്ങളും കണ്ടുകൊണ്ടിരുന്നിട്ട് ഏതോ ഒരു സ്വപ്നദർശി അവനെ സ്വപ്നത്തിൽ നിന്ന് മാറ്റുന്നു. അതുപോലെ പലതും കണ്ടുകൊണ്ടിരുന്നു. അതുപോലെ ഈ പറയുന്ന പല പ്രക്രിയകൾ ഈ പ്രക്രിയകൾ സഹായിക്കുന്നുണ്ട്. പക്ഷെ വാസ്തവത്തിൽ ഈ ഒരു പ്രക്രിയയും പൂർണ്ണമല്ല. ഇവിടെ പ്രകാരാന്തരങ്ങൾ ഒന്നുമല്ല. ഓരോരോ വിശേഷതകൾ പറഞ്ഞ് ഇതിനെ ബോധിപ്പിക്കാൻ ധരിപ്പിക്കാനൊന്നുമില്ല. ഇവിടെ എന്താ പറയുന്നത്? പ്രകാരാന്തര അനുഭൂതി പ്രകാശം. അതിലൊക്കെ അയുക്തികളുണ്ട്. ഏത് യുക്തി പറഞ്ഞാലും അതിൽ അയുക്തിയുണ്ട്. എല്ലാത്തിലും പോരായ്മകളുണ്ട്. എല്ലാ ദൃഷ്ടാന്തങ്ങളിലും പോരായ്മയുണ്ട്. തത്വജ്ഞാനി ഏതെല്ലാം തരത്തിൽ വിശദീകരിക്കാൻ ശ്രമിച്ചാലും ശരി പോരായ്മയുണ്ട്. പക്ഷെ പോരായ്മയില്ലാത്ത ഒരു സ്ഥലമേ ഉള്ളൂ, തത്വം. അതില് പോരായ്മയില്ല. എന്തുകൊണ്ട്? അവിടെ നിശ്ചയാത്മകമായ ജ്ഞാനമാണ്, തത്വബോധം. അവിടെ പിന്നെ അജ്ഞാന സംശയ വീര്യങ്ങളില്ല, ചോദ്യങ്ങളില്ല. ആ തത്വജ്ഞാനിയെ കുറിച്ചുള്ള പഠനമല്ല, തത്വത്തെക്കുറിച്ചുള്ള അവബോധമാണ്, അല്ലെങ്കിൽ തത്വത്തിന്റെ അനുഭൂതിയാണ്. അതിനാണ് ഇവിടെ പറയുന്നത് എത്ര സർവം ആത്മീയ ഭൂ. ഇവിടെയാണ് എല്ലാം ആത്മാവായി തന്നെ തീർന്നത്. തത്കേനകം പശ്യേ. അത് വീണ്ടും പറയുന്നു കേനചിതവി പ്രകാരേണ ക്രിയാകരണാദികാരക അനുപത്തേഹി. ആ തത്വബോധത്തിൽ ഏതെങ്കിലും ഒരു തരത്തിൽ ഈ ദ്വൈതത്തെ സമർത്ഥിക്കുന്നതിന് യാതൊരു യുക്തിയില്ല. അവിടെ ക്രിയാകരണാദികാരക അനുപത്തേഹി കേനചിത് കഞ്ചിത് കശ്ചിത് കഥഞ്ചിത് ജിഘ്രേ. അതിനെ എന്താണ്? ആ ക്രിയാകരണാദികാരക അനുഭവത്തെക്കുറിച്ച് പറയുകയാണ്. കേനചിത് ഏതെങ്കിലും ഒരു ഉപായത്തിലൂടെ ഈ തത്വത്തിൽ വ്യവഹാരത്തെ സമർത്ഥിക്കുക. ഏതെങ്കിലും ഒരു ഉപായത്തിലൂടെ സാധ്യത. തത്വജ്ഞാനിയിൽ നിന്നൊക്കെ സമർത്ഥിക്കുക. അവിടെ പറയും സ്വപ്നം പോലെ അത് വന്നതാണ് അല്ലേ? അവിടെ നിങ്ങൾക്ക് പറയാം. തത്വജ്ഞാനിയെ നിങ്ങൾ വേറെ കാണുന്നുണ്ടോ? തത്വജ്ഞാനി നമ്മൾ പഠിച്ചു വച്ചിരിക്കുകയാണ്, നമ്മുടെ പഠന വിഷയമാണ്. അതുകൊണ്ടവിടെ ഏതെങ്കിലും ഒരു രീതി നമുക്ക് സമാധാനിക്കാം. എന്തുകൊണ്ടാണ് വ്യവഹാരം നടക്കും? ഒരു പ്രാരബ്ധമാണ്, പൂർവ്വപൂർവ്വ ജന്മങ്ങളിൽ നിന്ന് ആർജിച്ചതാണ്. ഈ ജന്മത്തെ കുറച്ച് ശേഷിച്ചിരുന്നു. തത്വജ്ഞാനം കൊണ്ട് കർമ്മങ്ങളെല്ലാം നശിച്ചു, പ്രാരബ്ധം നശിച്ചില്ല. ഇങ്ങനെയുള്ള പല യുക്തികളുമുണ്ട്. ആ യുക്തികളെല്ലാം പറഞ്ഞ് സമർത്ഥിക്കാൻ ഒരുപാട് പണിയുമുണ്ട്. കഞ്ചിത്
എന്തിനെങ്കിലും ഒന്നിനെ അവിടെ നമുക്ക് സമർത്ഥിക്കാം. കശ്ചിത് ഏതെങ്കിലും ഒരുവൻ അവന് സമർത്ഥിക്കാൻ കാണും. തത്വജ്ഞാനത്തെ നമ്മൾ പറയുന്നില്ലേ, തത്വജ്ഞാനത്തെ നമ്മൾ പറയുന്നില്ലേ. തത്വജ്ഞാനത്തെ നമുക്ക് രണ്ടു തരത്തിൽ പറയാം. ഒന്നെന്താണ്, തത്വജ്ഞാനത്തെ നമുക്ക് ഗ്രഹിച്ചിട്ട് പറയാം. അപ്പോൾ തത്വജ്ഞാനത്തെ ഗ്രഹിച്ച് പറയുമ്പോൾ തത്വജ്ഞാനി, തത്വജ്ഞാനത്തിന്റെ ഉപായങ്ങളെല്ലാത്തിനെയും നമ്മൾ ഗ്രഹിക്കുന്നു, നമ്മൾ പഠിക്കുന്നു, മനസ്സിലാക്കുന്നു, നമ്മുടെ ബുദ്ധി കൊണ്ട് ഗ്രഹിക്കുന്നു, എന്നിട്ട് നമ്മൾ പറയുന്നു. അങ്ങനെയാകാം. അതും ഒരു നല്ല കാര്യം തന്നെയാണ്. സത്സംഗം നല്ല കാര്യമാണ്. അതിനെ ഗ്രഹിച്ച് നമ്മൾ പറയുന്നു. ഇനി മറ്റൊന്നുണ്ട്, എന്താണ്? തത്വനിഷ്ഠയിൽ അതിനെ പ്രകാശിപ്പിക്കുക. രണ്ടാമത്തെ കാര്യം. അവിടെ തത്വത്തെക്കുറിച്ചല്ല പറയുന്നത്, തത്വജ്ഞാനിയെക്കുറിച്ചല്ല പറയുന്നത്. പിന്നെന്താണ്? അത് തത്വത്തിന്റെ തന്നെ പ്രകാശനമാണ്. തത്വത്തിന്റെ തന്നെ പ്രകാശന രൂപത്തിലാണ് തത്വനിഷ്ഠമായി വെളിപ്പെടുത്തുക. അത് പറഞ്ഞല്ലോ, സൂര്യൻ അത് ഗോളമായിരിക്കെ തന്നെ, അതൊരു പിണ്ഡമായിരിക്കെ തന്നെ അതിന്റെ പ്രകാശം ചുറ്റുപാടും പ്രകാശിക്കുന്നുണ്ട്. പ്രകാശത്തിന് വേണ്ടി അവിടെ പോകേണ്ട കാര്യമില്ല. പ്രകാശം ആവശ്യമുള്ളിടത്തെത്തുന്നു. എന്താണ് അതിന്റെ സ്വഭാവം? അതിന് വേറൊന്നും പറയാൻ. തത്വനിഷ്ഠയിൽ ശ്രുതി അങ്ങനെ വെളിപ്പെടുത്തുന്നു. തത്വനിഷ്ഠയിലാണ് വെളിപ്പെടുത്തുന്നത്. തത്വജ്ഞാനി അങ്ങനെ വെളിപ്പെടുത്തുന്നത്. തത്വനിഷ്ഠയിൽ വെളിപ്പെടുത്തുന്നു. അവിടെ ഒരു തത്വജ്ഞാനിയെ ദൃഷ്ടാന്തമാക്കിയിട്ടുണ്ട്. അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ദൃഷ്ടാന്തങ്ങളെ അല്ല എന്ന് പറയുന്നു. അതിന്റെ തന്നെ പ്രകാശം. അവിടെ ബഹിർമുഖമായ പഠനത്തിലൂടെ അല്ല ഇതിനെ വെളിപ്പെടുത്തുന്നത്, മറിച്ച് ആത്മനിഷ്ഠമായ ശ്രവണ മനനങ്ങളിലൂടെയുള്ള നിശ്ചയം, ആത്മബോധം, അതിനാണ് വെളിപ്പെടുത്തുന്നത്. അതിനാണ് സൂര്യന്റെ പ്രകാശത്തിൽ അവിടെ ഇരുളില്ലാതിരിക്കുന്നത്. അതിന് ഇല്ലല്ലോ, അത് പൂർണ്ണപ്രകാശമാണ്. അവിടെ അജ്ഞാനം, സംശയം, വിപരീയം അതൊന്നും അവിടെ ഇല്ല, അവിടെ വരാൻ വഴിയില്ല. അപ്പോൾ തത്വത്തിന്റെ പ്രകാശത്തിൽ അത് വരത്തില്ല. തത്വബോധത്തെ നമ്മൾ ഗ്രഹിക്കാൻ ശ്രമിക്കുമ്പോൾ അവിടെ ഇതെല്ലാം കടന്നു വരും. അതുകൊണ്ടാണ് പറയുന്നത് ശ്രവണം, തത്വശ്രവണം എന്ന് പറയുന്നത് ആത്മനിഷ്ഠമായിരിക്കണം, അന്തർമുഖമായിരിക്കണം. അന്തർമുഖമായിരിക്കുന്നവൻ പിന്നെ അത് അവിടെ തന്നെ എന്ത് പറയുന്നത്, അതിന്റെ പഠനമെന്ന് പറയുന്ന രീതി മാറുന്നു. അവിടെ പിന്നെ സംഭവിക്കുന്നത് എന്താണ്? അവിടെ പറയുമല്ലോ, തത്വത്തെ ആരെയും ബോധിപ്പിക്കുന്നില്ല, ആരെയും പഠിപ്പിക്കുന്നില്ല. തത്വത്തെ ആരിൽ നിന്നും ഗ്രഹിക്കാൻ കഴിയില്ല. മറിച്ച് എന്താണ്? അത് സ്വയം പ്രകാശിക്കുന്നത്. മറ്റ് പ്രകാശ